എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, കന്യാകുമാരിയിൽ ചരിത്ര പ്രാധാന്യമുള്ള എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ, അല്ലെങ്കിൽ പ്രശസ്തമായ സ്ഥലങ്ങളുണ്ടോ എന്ന്. ഞാൻ അവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, പാർവതി ദേവി മഹാദേവന് വേണ്ടി തപസ് ചെയ്ത ശ്രീപാദം കന്യാകുമാരിയിലാണ്. വിവേകാനന്ദ സ്വാമി തപസ് ചെയ്തതും അവിടെ തന്നെയാണ്. 131 അടി ഉയരമുള്ള തിരുവള്ളുവർ പ്രതിമയും കന്യാകുമാരിയിലാണ്. ആരൽവായ് മൊഴി എത്തിയപ്പോൾ അവിടെ മുപ്പന്തൽ ദേവിയെക്കുറിച്ചും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന കാറ്റാടികളെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. നാഗർകോവിൽ എന്ന സ്ഥലനാമത്തിന് കാരണമായ നാഗരാജൻ കോവിലിനെ കുറിച്ചും അതിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. കള്ളിയങ്കാടിനെയും കള്ളിയങ്കാട് നീലിയുടെ കഥയും പറഞ്ഞു കൊടുത്തു. സുചീന്ദ്രം ക്ഷേത്രത്തെയും മൃതസഞ്ജീവിനിയുടെ ഭാഗമായ മരുന്തോമലയെ കുറിച്ചും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തപസ് ചെയ്ത കഥകളെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. സ്വാമി ടോപ്പ് അയ്യ വൈകുണ്ഠ സ്വാമിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. തലക്കുളത്തെത്തിയപ്പോ വേലിക്കമ്പുകളെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. കുന്നത്തൂരിൽ രാജാ കേശവദാസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. കോട്ടർ സെന്റ് സേവിയർ പള്ളിയിലെ പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഇരണിയിലെത്തിയപ്പോ വേനാടിന്റെ ആസ്ഥാനമായിരുന്ന ഇരണിയൽ കൊട്ടാരത്തെക്കുറിച്ചും അതിന്റെ ഇപ്പോഴത്തെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. തക്കലയിലെത്തിയപ്പോ പത്മനാഭപുരം കൊട്ടാരത്തെക്കുറിച്ചും തിരുവിതാംകൂർ ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാനിരുന്നു. വട്ടക്കോട്ടയും ഉദയഗിരി കോട്ടയും ശവക്കോട്ടയും മരുന്നുകോട്ടയും കുറിച്ച് പറഞ്ഞു കൊടുത്തു. തിരുവിതാംകൂറിൽ അരപ്പള്ളിയെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. തക്കലപ്പള്ളി പെരുന്നാളിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. കുമാരകോവിലെത്തിയപ്പോ കുമാരകോവിലിനെ കുറിച്ചും വള്ളി ഗുഹയെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. കുളച്ചിലിൽ കുളച്ചിൽ യുദ്ധത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു. തിരുവട്ടാർ എത്തിയപ്പോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും പഴക്കമേറിയ തിരുവട്ടാർ ആദികേശവനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. തിരുമല, തിക്കുറിശി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിതാംകൂട്, തിരുവിടയ്ക്കോട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം എന്ന ശിവാലയങ്ങളെക്കുറിച്ചും ശിവാലയ ഓട്ടത്തിന്റെ കഥകളെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. കേരളപുരം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ അതിശയ വിനായകനെക്കുറിച്ചും കൊട്ടാരത്തെക്കുറിച്ചും പറയാനുണ്ടായിരുന്നു. മുഞ്ചിറ എത്തിയപ്പോ പാർത്ഥസാരഥി സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും പാർത്ഥിവപുരം ശാലയെക്കുറിച്ചും പറയാനുണ്ടായിരുന്നു. അതുവഴി നേരെ ചിതറാലിലെത്തി. ചിതറാൽ മലക്കോവിലിനെ കുറിച്ചും പറയാനുണ്ടായിരുന്നു. പേച്ചിപ്പാറയിലാണെങ്കിൽ പേച്ചിയമ്മയെക്കുറിച്ചും പത്തുകാണിയിൽ കാളിമലയെക്കുറിച്ചും കാളിമലയുടെ ഐതിഹ്യത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. ചരിത്രത്തിലെ കുഴിത്തറയുടെ പ്രാധാന്യവും കുഴിത്തറ കൊട്ടാരത്തെക്കുറിച്ചും പറഞ്ഞു. അങ്ങനെ കൊല്ലങ്കോട് എത്തിയപ്പോ ഭദ്രകാളി ദേവിയെക്കുറിച്ചും അവിടുത്തെ തൂക്ക മഹോത്സവത്തെക്കുറിച്ചും പറയാനുണ്ടായിരുന്നു. മാത്രമല്ല ഇട്ടകവേലിയിലെ മൂവോട്ടുകുളത്തും നടക്കുന്ന തൂക്കങ്ങളെ കുറിച്ചും പറയാനുണ്ടായിരുന്നു. അവസാനം പാറശാല എത്തുമ്പോൾ അവിടുത്തെ ശ്രീ മഹാദേവനെ കുറിച്ചും അവിടുത്തെ മഹായാഗങ്ങളെ കുറിച്ചും പറയാനുണ്ടായിരുന്നു. കന്യാകുമാരി ജില്ലയിലെ ഓരോ സ്ഥലങ്ങൾക്കും ചരിത്ര പ്രാധാന്യമുണ്ട്. മാത്രമല്ല അതൊരു ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാനാവില്ല എന്നുള്ള കാര്യവും ഞാൻ അവർക്ക് പറഞ്ഞു.